എല്ലാവർക്കും നമസ്കാരം. തിരുനാളാഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുനാളാഘോഷങ്ങൾ നമ്മുടെ തൃശ്ശൂരിൻ്റെയും ചാലക്കുടിയുടെയും ഒക്കെ തന്നെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ തിരുനാളാഘോഷങ്ങൾ. തിരുനാളാഘോഷങ്ങൾ ഇനി വലിയ തിരുനാളാഘോഷങ്ങൾ നടക്കുന്ന പല ഇടവകളിലേക്കും എത്താൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും സംയുക്ത തിരുനാളാഘോഷം ഇപ്പോൾ നടക്കുകയാണ്. ഇടവകയിൽ എല്ലാവരും വലിയ ഉത്സവ പ്രതീതിയിലാണ്. റവറൻ ഫാദർ ആൻഡോ പാണാടൻ ഇടവക വികാരി. അദ്ദേഹമായി ഇടവകയിൽ വന്നതിന് ശേഷം ഇടവകയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഇടവാംഗങ്ങളെയൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ, അതുപോലെ ഇടവകയെ കൂടുതൽ ചലനാത്മകമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടവക വികാരിയാണ്. ഇത്തവണത്തെ തിരുനാളിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാഞ്ചിറ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകൾ ഏറെയുണ്ട്. ഓൾറെഡി രണ്ടാമത്തെ തിരുനാളാണ് ഈ വർഷം തന്നെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2025 ഓൾറെഡി കഴിഞ്ഞതാണ്. ഇത്തവണ ഒരു സമയ വ്യത്യാസം, ഒരു സമയമാറ്റ ക്രമീകരണത്തിൻ്റെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഈ തിരുനാൾ ഇപ്പോൾ നടക്കുന്നത്. ഇനി ആളുകൾ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ഡേറ്റിൽ തന്നെയായിരിക്കും എല്ലാ വർഷത്തെയും തിരുനാളുകൾ പോവുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ആൻഡോ പാണാടച്ചനും ഇടവക ഭാരവാഹികളും ചാലക്കുടിയിലെ പത്രപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായിട്ടുള്ള പ്രസ് ക്ലബ്ബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തിരുനാളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കുകയുണ്ടായി. ഈ തിരുനാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 50 പ്രസിദ്ധന്തിമാർ ചേർന്നാണ് പ്രധാനമായിട്ടും തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ബാൻഡ് വാദ്യമേളമാണ് ഈ തിരുനാളിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന തിരുനാൾ യൂണിറ്റുകളിൽ നിന്നും എഴുന്നള്ളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന പ്രദർശനം വളരെ മനോഹരമായിരുന്നു. തുടർന്ന് നടന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഒരുപാട് പേർക്ക് ദൃശ്യ വിരുന്നൊരുക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തിരുനാൾ എന്ന് പറയുന്നത് ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വെള്ളാഞ്ചിറ ഇടവക ദേവാലയത്തിലെ ഇത്തവണത്തെ ഈ തീയതി മാറ്റിക്കൊണ്ട് നടത്തുന്ന ഈ തിരുനാൾ ഏറെ ഉത്സവാഘോഷത്തോടു കൂടി തന്നെയാണ് ഹൃദ്യമായിട്ട് എല്ലാ ഇടവക ജനങ്ങളും നാട്ടുകാരും ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മെഗാ ഷോ ഉണ്ട്. നാളത്തോടു കൂടി തിരുനാളിന് കൊടിയിറങ്ങും. എല്ലാ ആഘോഷങ്ങൾക്കും ഈ ഫാത്തിമ മാതാ ഇടവക ദേവാലയത്തിൽ, വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ ഇടവക ദേവാലയത്തിൽ നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് JFS മീഡിയയുടെ ആശംസകൾ. ഏവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ചാലക്കുടി വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും സംയുക്ത തിരുനാൾ സാഘോഷം കൊണ്ടാടി. ഡിസംബർ 26, 27, 28, 29 തീയതികളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച മോൺസിഞ്ഞോർ ജോസ് മാവേലി കൊടിയേറ്റി. തുടർന്ന് ദിവ്യബലിക്ക് ഫാദർ ജോസ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 27 ശനിയാഴ്ച രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് വികാരി ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ആശീർവദിച്ച് യൂണിറ്റുകളിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 10 പ്രദക്ഷിണങ്ങൾ ബാൻഡ് മേള അകമ്പടിയോടെ പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അരങ്ങേറി. 28 ഞായറാഴ്ച ഇന്ന് തിരുനാൾ ദിവസം രാവിലെ 6:15 കുർബാന അർപ്പിച്ചു. രാവിലെ 10 ആഘോഷമായ പാട്ട് കുർബാന ഫാദർ മെൽവിൻ പെരേപ്പാടൻ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിനോയ് കോഴിപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 കുർബാന, തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം. രാത്രി 7:30 മെഗാ ഷോ. തിങ്കളാഴ്ച രാവിലെ തിരുനാളിന് കൊടിയിറങ്ങും. തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ആൻഡോ പാണാടൻ, ട്രസ്റ്റിമാരായ ആന്റണി കണ്ണൂക്കാടൻ, റാഫി വേരംപിലാവിൽ, വിൽസൺ പുന്നേലിപ്പറമ്പിൽ, ജനറൽ കൺവീനർ സന്തോഷ് അരിക്കാടൻ, കൺവീനർ KJ വിൽസൺ എന്നിവർ തിരുനാൾ ആഘോഷങ്ങളുടെ വിശദാംശങ്ങളെപ്പറ്റി അറിയിച്ചു. ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ നടത്താമെന്ന് പൊതുയോഗം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഡേറ്റുകൾ ഡിസംബർ 26, 27, 28, 29 തീയതികളിലേക്ക് മാറ്റിയത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം 50 പ്രസിദ്ധന്മാരാണ് ഈ തിരുനാൾ ഏറ്റുകഴിക്കുന്നത്. അവരെ നറുക്കിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ 50 പ്രസിദ്ധന്മാർ അവരുടെ 1 വർഷം മുമ്പ് തുടങ്ങിയ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അതിന് അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് 4 മണിക്കാണ് ഒരു കുർബാനയുള്ളത്. അതിനുശേഷം 5 മണിക്ക് ഔദ്യോഗികമായി ഇടവകയുടെ പ്രദക്ഷിണം ആരംഭിക്കും. സെന്റ് ആന്റണീസ് കപ്പേളയിലേക്കാണ് പ്രധാനമായിട്ടും ആ പ്രദക്ഷിണം പോയി തിരിച്ച് പള്ളിയിൽ കയറുന്നത്. 7 മണിയോടുകൂടെ പള്ളിയിൽ തിരിച്ചെത്തും. അതിനുശേഷം 7:30 ചാലക്കുടി മുരളി നയിക്കുന്ന മെഗാ ഷോ പരിപാടിയാണ്. ഏകദേശം 10 മണിയോടുകൂടെ അത് സമാപിക്കുമെന്നാണ് വിചാരിക്കുന്നത്. 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേക കുർബാന, തുടർന്ന് പൊതു ഓഫീസ്, കൊടിയിറക്കം എന്നിവയാണ് നടക്കുന്നത്. അതോടുകൂടെ തിരുനാൾ ഈ വർഷത്തെ സമാപിക്കും.